കൊല്ലം ജില്ലക്കാട്ടിലെ ഏറ്റവും നല്ല സ്ഥലം ഗോവയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും എൻ്റെ കൂട്ടുകാരെ വിളിച്ചിട്ട് പറയാം. എന്നിട്ട് ഹലോ ഡി, നമ്മളെ ഗോവ ഉണ്ടല്ലോ ഡി, നല്ല സ്ഥലമാണ് ഡി. അവിടെ ചെന്നാൽ നമുക്ക് 2 മാസത്തെ വെക്കേഷൻ നമുക്ക് അവിടെ ചെന്നിട്ട് ലീവ് ആഘോഷിക്കാം. ഞങ്ങൾക്ക് ഒരു റൂം വേണം, 2ാം നിലയുടെ റൂമാണ് വേണ്ടത്. ഓക്കെ മാഡം, ഞാൻ ഇപ്പം തരാം കാർഡ്. നിങ്ങളുടെ ലഗേജൊക്കെ ഞങ്ങളുടെ ബോയ് വന്ന് എടുക്കുന്നതായിരിക്കും. നിങ്ങൾ ഉടനെ എന്നെ പൈസ പേ ചെയ്തു താക്കോൽ മേടിച്ചോളൂ കേട്ടോ. സ്പെഷ്യൽ റൂം തന്നെ തരണം കേട്ടോ, AC എല്ലാം വേണം. ഓക്കെ മാഡം, ഞങ്ങളെ ഏറ്റവും സ്പെഷ്യൽ റൂമുണ്ട്, അത് തരാം നിങ്ങൾക്ക്. പക്ഷേ വാടക കൂടുതലായിരിക്കും കേട്ടോ. ആ മാഡം ഇപ്പം തരാം. പിന്നെ പൈസ വരുന്നത് ഒരു ദിവസത്തേക്ക് 10,000 രൂപയാണ് കേട്ടോ എമൗണ്ട് വരുന്നത്. നിങ്ങൾക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? 10,000 രൂപ നിനക്ക് വട്ടാണോടി? ഒരു ദിവസത്തെ 15,000 രൂപയാ. 15,000 രൂപയോടി, 15,000 രൂപയോടി. അതല്ല, എനിക്ക് വെറും പുഷ്പ, നമ്മൾ വെറും VIP-കളല്ലേ. സാർ 15,000 രൂപ. എന്നാ മാഡം നിങ്ങളുടെ കീ. നിങ്ങൾ 2nd ഫ്ലോറിൽ എത്രാമത്തെ റൂമാ? 2nd ഫ്ലോറിൽ 4ാം നമ്പറിൽ B-യിലാണ് കേട്ടോ നിങ്ങളുടെ വീട്. സ്റ്റാർട്ട്. വരൂ കുട്ടികളെ, നിങ്ങളല്ലേ അപ്പുറത്തെ നേബർ. ഓ, നിങ്ങൾക്ക് സുഖമാണോ? നിങ്ങളുടെ സ്ഥലം എവിടെയാണ്? 4B. നിങ്ങൾ ഏത് സ്ട്രേറ്റിൽ നിന്ന് വരുന്നു? സ്ട്രേറ്റ് അല്ല, ഡിസ്ട്രിക്റ്റ്. ഓ സോറി, ഡിസ്ട്രിക്റ്റ്. സോറി. പറയൂ. കൊല്ലത്തുനിന്നാണോ? ഓ, നിങ്ങളുടെ പേരെന്താ? എൻ്റെ പേര് റോസ്. നിന്റെ പേരെന്താ? എൻ്റെ പേരെന്താ നിനക്കറിയാം? എൻ്റെ പേര് ആയിഷ. ഓഹോ, കൊള്ളാലോ, നല്ല പേര്, ക്യൂട്ട് ബേബീസ്. പിന്നെ ഞാനൊരു കാര്യം പറയാം, കുട്ടികളെ നിങ്ങൾ ഏത് റൂമിലാണ് വെക്കേറ്റ് ചെയ്യാൻ പോണത്? ഞങ്ങൾ 4B-ല്. അയ്യോ, നിങ്ങൾ അവിടെ പോവല്ലേ, ഒരു നിരൂകടയുണ്ട്. നിങ്ങളടുത്ത് പറയാൻ പറ്റത്തില്ല, നിങ്ങളത് പേടിച്ച് കരയും. നിങ്ങൾ എങ്ങനെയെങ്കിലും ആ റൂം വെക്കേറ്റ് ചെയ്ത് വേറെ റൂമിലോട്ട് മാറാൻ നോക്ക് കേട്ടോ. എനിക്ക് ആ റൂം തന്നെ വേണം. അവിടുത്തെ ദുരൂഹത എന്താണെന്ന് എനിക്ക് അറിയണം. അറിഞ്ഞേ പറ്റൂ. എന്താണ് അവിടുത്തെ ദുരൂഹത? അത് പിന്നെ